പത്തനംതിട്ട കടമ്മനിട്ടയിൽ ആസിഡ് ആക്രമണത്തിൽ പരിക്കേറ്റ യുവാവിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. കല്ലേലിമുക്ക് പുതുപ്പറമ്പിൽ വീട്ടിൽ വർഗീസ് മാത്യു കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കേസിൽ പിടിയിലായ യുവാവിന്റെ അമ്മാവൻ ബിജു വർഗീസിനെ കോടതി റിമാൻഡ് ചെയ്തു. വായിലും കണ്ണിലും മുഖത്തും അരയ്ക്ക് മുകൾ ഭാഗത്ത് പൂർണ്ണമായും ആസിഡ് വീണു. കാഴ്ചശക്തി നഷ്ടപ്പെട്ടത് അങ്ങനെയാണ്. വെന്റിലേറ്റർ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത്. എങ്കിലും ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുമെന്നാണ് ആശുപത്രിയിൽ നിന്നുള്ള വിവരമെന്ന് പോലീസ് വിശദീകരിക്കുന്നു. തിങ്കളാഴ്ച രാത്രി 10:30 സംഭവം. ബിജു വർഗീസും അനന്തരവൻ വർഗീസ് മാത്യുവും കൂലിപ്പണിക്കാരാണ്. അയൽക്കാരായ ഇരുവരും ദിവസവും രാത്രി ഒന്നിച്ച് മദ്യപിക്കും. ഇതിനിടെ ഉണ്ടായ തർക്കത്തെ തുടർന്നാണ് ബിജു വർഗീസ് മാത്യുവിന്റെ മുഖത്തും ശരീരത്തിലും ആസിഡ് ഒഴിച്ചത്. ബഹളം കേട്ടെത്തിയ നാട്ടുകാർ വിവരം പോലീസിനെ അറിയിച്ചു. വർഗീസ് മാത്യുവിനെ രാത്രി തന്നെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. ശേഷം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. സംഭവശേഷം സ്ഥലത്തെത്തിയ ആറന്മുള പോലീസ് കല്ലേലിമുക്കിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. അതേസമയം മാസങ്ങൾക്ക് മുൻപും വർഗീസ് മാത്യുവിന് നേരെ ബിജു വർഗീസ് ആസിഡ് ആക്രമണം നടത്തിയിരുന്നു. ഒരു കണ്ണിന്റെ കാഴ്ച അന്ന് ഭാഗികമായി നഷ്ടപ്പെട്ടു. അവശേഷിച്ച കാഴ്ച കൂടിയാണ് കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിലൂടെ നഷ്ടമായത്. വർഗീസ് മാത്യുവിനെ വീട്ടിൽ നിന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകവേ തിരികെ വരാൻ പാടില്ലെന്നും വന്നാൽ കൊലപ്പെടുത്തുമെന്നും ബിജു ഭീഷണിപ്പെടുത്തിയതായും ഇയാളുടെ സഹോദരി പോലീസിനോട് പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.